കയറി ചൊറിഞ്ഞതാ. ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? പവനായി ശവമായി എന്ന സിനിമാ ഡയലോഗിനെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലാണ് സംഭവങ്ങളൊക്കെ. കാനഡയുടെ പ്രധാനമന്ത്രി പദത്തിൽ നിന്നും ജസ്റ്റിൻ ട്രൂഡോയെ വലിച്ചു താഴെയിടാൻ പദ്ധതി മെനഞ്ഞത് ഇന്ത്യയും അമേരിക്കയും ചേർന്നാണോ? എവിടെയാണ് ട്രൂഡോയ്ക്ക് പിഴച്ചത്? നമുക്ക് വിശദമായി തന്നെ നോക്കാം. ഒടുവിൽ വിവാദങ്ങൾക്കും അഭ്യൂഹങ്ങൾക്കും വിരാമം. കനേഡിയൻ പ്രധാനമന്ത്രി പദത്തിൽ നിന്ന് ജസ്റ്റിൻ ട്രൂഡോ സ്വയം പടിയിറങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ 9 വർഷമായി കാനഡയുടെ നാഥനായ ട്രൂഡോയുടെ രാജി അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് തന്നെ തുടക്കം കുറിച്ചിരിക്കുന്നു. ലിബറൽ പാർട്ടി നേതൃസ്ഥാനവും അദ്ദേഹം രാജിവെച്ച് ഒഴിഞ്ഞിട്ടുണ്ട്. 2015 മുതൽ പ്രധാനമന്ത്രി പദം അലങ്കരിച്ച ട്രൂഡോ സ്വന്തം പാർട്ടിയിലെ വിമത നീക്കത്തെ തുടർന്നാണ് സ്ഥാനം രാജിവെച്ചിരിക്കുന്നത്. ലിബറൽ പാർട്ടിയുടെ 151 MP-മാരിൽ 131 പേർ ട്രൂഡോയ്ക്ക് എതിരായിരുന്നു. പുതിയ പാർട്ടി നേതാവിനെ തിരഞ്ഞെടുക്കുന്നതുവരെ കാവൽ പ്രധാനമന്ത്രിയായി തുടരുമെന്നും ട്രൂഡോ വ്യക്തമാക്കിയിട്ടുണ്ട്. ലിബറൽ പാർട്ടിയുടെ ദേശീയ കോക്കസ് യോഗം നാളെ ചേരാനിരിക്കെയാണ് ഈ രാജി. പ്രധാന സഖ്യകക്ഷിയായ NDP സെപ്റ്റംബറിൽ പിന്തുണ പിൻവലിച്ചതു മുതൽ കടുത്ത പ്രതിസന്ധി നേരിടുകയായിരുന്നു ട്രൂഡോ സർക്കാർ. 2025 ഒക്ടോബറിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഉപപ്രധാനമന്ത്രി രാജിവെച്ചതും ട്രൂഡോയ്ക്ക് തിരിച്ചടിയായി. അടുത്ത തെരഞ്ഞെടുപ്പിലും മത്സരിക്കുമെന്ന് ട്രൂഡോ ഇതിനകം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലിബറൽ പാർട്ടിയിലെ MP-മാരിൽ 20 പേർ പ്രധാനമന്ത്രി പദം ഒഴിയണമെന്ന് ട്രൂഡോയ്ക്ക് കത്തയക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യയുമായുള്ള കാനഡയുടെ ബന്ധം മോശമായി തുടരുന്നതിനിടെയാണ് ട്രൂഡോയുടെ രാജി എന്നതും ശ്രദ്ധേയമാണ്. ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ആഭ്യന്തര സംഘർഷത്തിൽ ട്രൂഡോയുടെ രാജി ഇന്ത്യക്ക് നേട്ടമായിട്ടുണ്ട് എന്ന് പറയാതെ വയ്യ. പാർട്ടിയുടെ അടുത്ത നേതാവിനെ തിരഞ്ഞെടുത്തതിന് ശേഷം പാർട്ടി നേതാവ് സ്ഥാനവും പ്രധാനമന്ത്രി സ്ഥാനവും രാജിവെക്കാനാണ് താൻ ഉദ്ദേശിക്കുന്നതെന്ന് തന്റെ വീടിന്റെ പുറത്ത് ഒരു പത്രസമ്മേളനത്തിൽ അഭിസംബോധന ചെയ്ത് ട്രൂഡോ പറഞ്ഞു. താനൊരു യഥാർത്ഥ പോരാളിയാണെന്നും ഈ ഭരണകാലഘട്ടത്തിലുടനീളം താൻ രാജ്യത്തിനു വേണ്ടി പോരാടിയാണ് പടിയിറങ്ങുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. 2015 താൻ പ്രധാനമന്ത്രിയായതു മുതൽ മധ്യവർഗത്തെ ശക്തിപ്പെടുത്താനും വളർത്താനും കാനഡയ്ക്കും അവിടുത്തെ ജനങ്ങൾക്കുമായി താൻ പോരാടിയിട്ടുണ്ടെന്നും പകർച്ചവ്യാധിയുടെ സമയത്ത് പരസ്പരം പിന്തുണയ്ക്കാൻ രാജ്യത്തെ പ്രാപ്തമാക്കാൻ പരമാവധി പരിശ്രമിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വളരെ വികാരാതീതനായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ പടിയിറക്കമെന്ന് പറയാതെ വയ്യ. എന്തായാലും ഇലോൺ മസ്കിന്റെ ദീർഘവീക്ഷണം ശരിയായിരിക്കുന്നു. കുറച്ച് ആഴ്ചകൾക്ക് മുൻപാണ് കനേഡിയൻ രാഷ്ട്രീയത്തിൽ ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് അടി പതറുമെന്ന് ഇലോൺ മസ്ക് പറഞ്ഞത്. ഇപ്പോൾ ഇതാ അത് സത്യമായിരിക്കുന്നു. ജസ്റ്റിൻ ട്രൂഡോയുടെ രാജി പ്രഖ്യാപന വീഡിയോയിൽ അദ്ദേഹത്തെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം. അദ്ദേഹം എത്രത്തോളം സമ്മർദ്ദത്തിലൂടെയാണ് കഴിഞ്ഞ കുറേ ദിനങ്ങൾ കടന്നുപോയത് എന്ന കാര്യം. എന്തുകൊണ്ടാണ് ട്രൂഡോ രാജിവെച്ചത് എന്ന് നമുക്ക് നോക്കാം. കാനഡയുടെ പ്രധാനമന്ത്രി എന്ന ജസ്റ്റിൻ ട്രൂഡോ രാജിക്ക് പിന്നിൽ നിരവധി കാരണങ്ങളാണുള്ളത്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുമായി വന്ന നയതന്ത്ര ബന്ധത്തിലെ ഉലച്ചിൽ കാര്യമായി തന്നെ കനേഡിയൻ രാഷ്ട്രീയത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇന്ത്യൻ കാനഡ നയതന്ത്ര ബന്ധത്തിലെ വിള്ളൽ, ട്രംപിന്റെ സ്ഥാനാരോഹണം, ഗവർണറിന്റെ പരിഹാസം, ലിബറൽ പാർട്ടിക്കുള്ളിലെ എതിർപ്പ്, MP-മാരുടെ വിയോജിപ്പ്, മന്ത്രിമാരുടെ രാജി, കുടിയേറ്റ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിഷ്കരണങ്ങൾ, പുതിയ സർവേ ഫലങ്ങൾ എല്ലാം ജസ്റ്റിൻ ട്രൂഡോയുടെ രാജിയിലേക്ക് നയിച്ച കാരണങ്ങളായിട്ട് നമുക്കിവിടെ ചൂണ്ടിക്കാണിക്കാവുന്നതാണ്. ഏറ്റവും പുതിയ അഭിപ്രായ സർവേകൾ പ്രതിപക്ഷത്തെ കൺസർവേറ്റീവ് പാർട്ടിക്ക് ജനപിന്തുണ ലഭിക്കുന്നുവെന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനു പിന്നാലെ പാർട്ടിയുടെ മുഖം രക്ഷിക്കാനും മികച്ച പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് സ്ഥാനമൊഴിയണമെന്ന് പാർട്ടിക്കുള്ളിൽ നിന്നും ആവശ്യമുയർന്നു വന്നു. ട്രൂഡോ സ്ഥാനമൊഴിയണമെന്ന സമ്മർദ്ദം പാർട്ടിക്കുള്ളിൽ രൂക്ഷമായപ്പോഴും അതിനെ അവഗണിച്ചാണ് ട്രൂഡോ മുന്നോട്ട് പോയത്. എന്നാൽ ഏതാനും മാസങ്ങൾക്ക് മുൻപ് ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് പ്രധാന സഖ്യകക്ഷിയുടെ പിന്തുണ നഷ്ടപ്പെട്ടതോടെ പാർലമെന്റിൽ പ്രധാനമന്ത്രിക്കെതിരെ അവിശ്വാസ പ്രമേയം വോട്ടിനിട്ടിരുന്നു. മറ്റ് ചെറിയ പാർട്ടികളുടെ പിന്തുണ ട്രൂഡോയ്ക്ക് നേടാൻ സാധിച്ചുവെങ്കിലും പാർട്ടിക്കുള്ളിൽ നിന്നും ശക്തമായ വിമർശനം ഉയർന്നു വരികയായിരുന്നു. ഇന്ത്യ കാനഡ ബന്ധം വഷളാകുന്നതിനിടെയാണ് ട്രൂഡോയുടെ രാജി എന്നത് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കനേഡിയൻ പൗരനായ ഖലിസ്ഥാൻ ഭീകരൻ ഹർദീപ് സിംഗ് നിജാറുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ട്രൂഡോ നടത്തിയ ആരോപണമാണ് ഇന്ത്യ കാനഡ ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തിയത്. സിഖ് സമൂഹത്തിന്റെ വോട്ട് ഉറപ്പാക്കാൻ വേണ്ടി ഇന്ത്യയെ പിണക്കിയ ട്രൂഡോയ്ക്ക് അധികം വൈകാതെ തന്നെ സിഖുകാരിൽ നിന്ന് തന്നെ പണി കിട്ടി തുടങ്ങി. ഖലിസ്ഥാനോട് അനുഭാവമുള്ള ജഗ്മീത് സിംഗ് നയിക്കുന്ന ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പിന്തുണ ട്രൂഡോയ്ക്ക് നഷ്ടമാവുന്നത് ഈ ഘട്ടത്തിലാണ്. പാർട്ടി പിന്തുണ പിൻവലിച്ചെന്ന് മാത്രമല്ല, ട്രൂഡോയ്ക്കെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുമെന്ന ഭീഷണി മുഴക്കുകയും ചെയ്തു. കൂടാതെ ഇന്ത്യയും കാനഡയും തമ്മിൽ നയതന്ത്ര ബന്ധം വഷളായതിനു പിന്നാലെ ട്രൂഡോയ്ക്ക് ജനപിന്തുണ നഷ്ടമായി എന്ന തരത്തിൽ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പണപ്പെരുപ്പം, കുടിയേറ്റ നയം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ട്രൂഡോയ്ക്ക് വീഴ്ച സംഭവിച്ചു എന്ന വിമർശനം ശക്തവുമാണ്. കുടിയേറ്റ നയത്തിൽ തന്റെ സർക്കാരിന് തെറ്റുപറ്റിയെന്ന് ജസ്റ്റിൻ ട്രൂഡോ തന്നെ സമ്മതിച്ചതാണ്.
ആ നയങ്ങളുടെ മറപറ്റി വ്യാജ കോളേജുകളും വൻകിട കമ്പനികളും നിക്ഷിപ്ത താൽപര്യങ്ങൾക്ക് വേണ്ടി കുടിയേറ്റ സംവിധാനത്തെ ചൂഷണം ചെയ്യുന്ന സ്ഥിതിയും കാനഡയിൽ സംജാതമായി. കുടിയേറ്റക്കാർ കൂടിയത് ഭവന പ്രതിസന്ധിയും പണപ്പെരുപ്പവും ഉണ്ടാക്കി. മാത്രവുമല്ല, കാനഡയിലെ ആരോഗ്യ ഗതാഗത സംവിധാനങ്ങൾ മോശമായതും ട്രൂഡോയുടെ ഭരണ വീഴ്ചയാണ് വിലയിരുത്തുന്നത്. പാർട്ടി നേതൃസ്ഥാനത്ത് നിന്ന് ട്രൂഡോ രാജിവെക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ആവർത്തിക്കുന്ന ആഹ്വാനങ്ങൾക്കിടയിൽ ലിബറൽ പാർട്ടിയുടെ നിയമനിർമ്മാതാക്കൾ ഈ ബുധനാഴ്ച കോക്കസ് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിനിടയിലാണ് രാജി എന്നതും ശ്രദ്ധേയമാണ്. പക്ഷേ പാർട്ടി നേതാവ് എന്ന നിലയിൽ അദ്ദേഹം രാജിവെച്ചത് അടുത്ത പാർട്ടി നേതാവ് പ്രധാനമന്ത്രിയാകുന്നതിനോടൊപ്പം തന്നെ ഒരു ഉന്നത സ്ഥാനത്തേക്കുള്ള മത്സരത്തിനും വഴിയൊരുക്കും. ട്രൂഡോയുടെ ധനമന്ത്രിയായ ക്രിസ്റ്റിയ ഫ്രീലാൻഡ് സ്ഥാനം രാജിവെച്ചത് മുതൽ പാർട്ടിക്കുള്ളിൽ നിന്നും പുറത്തുനിന്നും ട്രൂഡോയ്ക്ക് മേൽ സമ്മർദ്ദം ശക്തമായിരുന്നു. ഒരു പൊതുകത്തിൽ ട്രൂഡോയെ വിമർശിച്ചുകൊണ്ട് ഫ്രീലാൻഡ് അപ്രതീക്ഷിതമായി രാജിവെക്കുകയായിരുന്നു. 2015 ട്രൂഡോ അധികാരത്തിലെത്തുന്നത്. 2019 2021 2 ബാലറ്റ് ബോക്സ് വിജയങ്ങളിലേക്ക് ലിബറലുകളെ നയിച്ചത് ട്രൂഡോയാണ്. എന്നാൽ നിലവിൽ ട്രൂഡോ തന്റെ മുഖ്യ എതിരാളിയായ കൺസർവേറ്റീവ് പിയർ പോയിലീവറെ 20 പോയിന്റിന് പിന്നിലാക്കി. പിന്നെ ട്രൂഡോയുടെ നാളുകളായിരുന്നു കാനഡയിൽ അരങ്ങേറിയിരുന്നത്. ട്രംപ് വരുമ്പോഴാണ് ട്രൂഡോയുടെ പടിയിറക്കം എന്നത് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റായി ട്രംപ് അധികാരത്തിലെത്തിയതും ട്രൂഡോയ്ക്ക് കനത്ത പ്രഹരമാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. ട്രംപ് അധികാരമേൽക്കുമ്പോൾ കാനഡയുടെ പ്രധാനമന്ത്രിയായി ജസ്റ്റിൻ ട്രൂഡോ തുടരുന്നതിൽ അർത്ഥമില്ലെന്നാണ് വിമർശകരുടെ പക്ഷം. US ലിബറൽ പാർട്ടിയുടെ ക്യൂബക്, ഒന്റാരിയോ, അറ്റ്ലാന്റിക് പ്രവിശ്യകളിലെ പ്രാദേശിക നേതൃത്വം ട്രൂഡോയെ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന ആവശ്യം ഉന്നയിച്ചിട്ടുമുണ്ട്. മാത്രവുമല്ല, കാനഡയുടെ ഗവർണർ എന്ന ട്രൂഡോയെ ട്രംപ് പരിഹസിച്ചതും വലിയ ചർച്ചയായിരുന്നു. കൂടാതെ കാനഡയിൽ നിന്നും US-ലേക്കുള്ള അനധികൃത കുടിയേറ്റവും ലഹരിക്കടത്തും അവസാനിപ്പിച്ചില്ലെങ്കിൽ കാനഡയ്ക്ക് മേൽ 25% തീരുവ ചുമത്തുമെന്ന് ട്രംപ് തുറന്നടിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ട്രംപ് വന്നാൽ ട്രൂഡോയുടെ ഭരണ നയങ്ങൾക്ക് എല്ലാം തന്നെ കനത്ത തിരിച്ചടിയായിരിക്കുമെന്ന് നേരത്തെ തന്നെ സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ രാജിക്ക് മണിക്കൂറുകൾക്ക് ശേഷം ഞെട്ടിക്കുന്ന ഒരു പ്രഖ്യാപനവുമായി ഡൊണാൾഡ് ട്രംപും രംഗത്തെത്തി കഴിഞ്ഞു. കാനഡയെ അമേരിക്കയുടെ 51ാമത്തെ സംസ്ഥാനമാക്കാനുള്ള തന്റെ വാഗ്ദാനം വീണ്ടും ആവർത്തിച്ചിരിക്കുകയായിരുന്നു അമേരിക്കൻ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കാനഡയിലെ പലർക്കും അവർ അമേരിക്കയുടെ 51ാമത്തെ സംസ്ഥാനമാക്കുന്നത് ഇഷ്ടമാണ്. കാനഡയെ നിലനിർത്തി പോകാൻ വേണ്ടി കൊടുക്കേണ്ടി വരുന്ന വൻ വ്യാപാര കമ്മികളും സബ്സിഡികളും കൊണ്ടുള്ള സമ്മർദ്ദം അമേരിക്കയ്ക്ക് ഇനിയും സഹിക്കാൻ കഴിയില്ല. ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് ഇത് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അയാൾ രാജിവെച്ചത്. ട്രംപ് തന്റെ സാമൂഹ്യ മാധ്യമ സൈറ്റായ ട്രൂത്ത് സോഷ്യലിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: കാനഡ US-മായി ലയിച്ചാൽ താരിഫുകൾ ഉണ്ടാകില്ല, നികുതികൾ കുറയും. കൂടാതെ റഷ്യൻ, ചൈനീസ് കപ്പലുകളുടെ ഭീഷണിയിൽ നിന്ന് അവർ പൂർണ്ണമായും സുരക്ഷിതരുമായിരിക്കും. ഒരുമിച്ച് എത്ര മഹത്തായ രാഷ്ട്രമായിരിക്കും നമ്മൾ. ട്രംപിന്റെ ഈ നിർദ്ദേശത്തോട് കാനഡയുടെ ഭാഗത്തു നിന്ന് ഇതുവരെ കാര്യമായ പ്രതികരണം ഒന്നും ഉണ്ടായിട്ടില്ല. US-ഉമായുള്ള തെക്കൻ അതിർത്തിയിൽ നിന്നുള്ള അനധികൃത മയക്കുമരുന്നുകളുടെയും അനധികൃത കുടിയേറ്റക്കാരുടെയും ഒഴുക്ക് തടയാൻ ടൊറന്റോയ്ക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ കനേഡിയൻ ഇറക്കുമതിക്ക് 25% തീരുവ ചുമത്തുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തിയിരുന്നു. ചില പോസ്റ്റുകളിൽ ട്രംപ് ട്രൂഡോയെ ഗ്രേറ്റ് സ്റ്റേറ്റ് ഓഫ് കാനഡയുടെ ഗവർണർ എന്ന് പരിഹസിക്കുകയും ചെയ്തിട്ടുണ്ട്. കുറച്ചു ദിവസം മുൻപാണ് കാനഡയുടെ മണ്ണിലേക്ക് നോക്കി നിൽക്കുന്ന ട്രംപിന്റെ ചിത്രം ട്രംപ് സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തത്. ഓ കാനഡ എന്ന ശീർഷകത്തോടെയായിരുന്നു ഈ പോസ്റ്റ്. കാനഡയെ അമേരിക്കയുടെ 51ാം സ്റ്റേറ്റ് ആക്കാനുള്ള തന്റെ താല്പര്യം തുറന്നു പറയുകയായിരുന്നു ഇതിലൂടെ ട്രംപ് ചെയ്തത്. എന്തായാലും ട്രംപും മസ്കും ആഗ്രഹിച്ചതൊക്കെ നടക്കുകയാണ്. ലോകക്രമം തന്നെ മാറ്റി എഴുതുന്ന ട്രംപിസം ഇനി ഏത് പ്രദേശത്തേക്കാണ് കടന്നു ചെല്ലുക എന്നതാണ് അറിയാനുള്ളത്. കാനഡയെ പോലെ തന്നെ പനാമ കനാലും ഗ്രീൻലാൻഡും അമേരിക്കയുടെ അടുത്ത ലക്ഷ്യങ്ങളാണെന്ന് ട്രംപ് സമ്മതിച്ചതുമാണ്. ഇനി എന്താണ് ഇവിടെയൊക്കെ നടക്കാനുള്ളത് എന്നതാണ് നമ്മൾ സസൂക്ഷ്മം നിരീക്ഷിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ഈ വിഷയത്തിലെ നിങ്ങളുടെ അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ട്. അതെന്തായാലും കമന്റിൽ രേഖപ്പെടുത്തുക. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താനായി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.